സിൻഡിക്കേറ്റിന്റെ രാഷ്ട്രീയ ആധിപത്യത്തിൽ സർവകലാശാലകളെ വരുതിയിലാക്കാൻ സർക്കാർ നീക്കം. സർവകലാശാല നിയമ ഭേദഗതി ബില്ല് ഇതിന്റെ തുടർച്ചയെന്നും ആക്ഷേപം. ഭേദഗതി കൊണ്ടുവരുന്നത് ഭരണം മാറിയാലും സർവകലാശാലകൾ കൈപ്പിടിയിൽ ഒതുക്കാനെന്നും വിമർശനം. ചാൻസലറായ ഗവർണറുടെ അധികാരം വെട്ടിക്കുറച്ച് സർവകലാശാലകളെ രാഷ്ട്രീയവൽക്കരിക്കാനും നീക്കമുണ്ട്. ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുക മാർച്ച് 3-നാണ്. സർവകലാശാലകളെ സിൻഡിക്കേറ്റിലെ മേധാവിത്വം ഉപയോഗിച്ചും രാഷ്ട്രീയമായി വരുതിയിലാക്കാനുള്ള ശ്രമമാണ് സർവകലാശാല നിയമ ഭേദഗതി ബില്ലെന്നാണ് ആക്ഷേപം. കേരള, കാലിക്കറ്റ് ഒഴികെ 1984 ശേഷം രൂപീകരിച്ച എല്ലാ സർവകലാശാലകളിലും UGC മാതൃകാ ചട്ടപ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സിൻഡിക്കേറ്റുകളാണ് ഉള്ളത്. ഇതിനു പകരം MG, കുസാറ്റ്, കണ്ണൂർ, കാലടി, മലയാളം സാങ്കേതിക സർവകലാശാലകളിൽ കൂടി തിരഞ്ഞെടുക്കപ്പെട്ട സിൻഡിക്കേറ്റ് രൂപീകരിക്കാൻ ഭേദഗതിയെ ഉപയോഗിക്കാനാണ് നീക്കം. ഭരണം മാറിയാലും സർവകലാശാലകൾ കൈപ്പിടിയിൽ ഒതുക്കാനാണ് ഭേദഗതിയെന്നും ആക്ഷേപമുണ്ട്. CPM-ന്റെ കയ്യിൽ നിന്ന് സർവകലാശാലകൾ നഷ്ടപ്പെടുമെന്നുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലെ സിൻഡിക്കേറ്റുകളെയും സെനറ്റുകളുടെയും തെരഞ്ഞെടുപ്പ് ജനാധിപത്യപരം എന്ന നിലയിലാക്കാൻ പോവുകയാണ്. അപ്പോൾ ജനാധിപത്യപരമെന്ന് പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ കാലിക്കറ്റ് സർവകലാശാലകളിൽ യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത CPM ബ്രാൻഡഡ് ആളുകളെ നിയമിച്ചതുപോലെ എല്ലാ സർവകലാശാലകളിലും അവർക്ക് ആധിപത്യം ഉറപ്പിക്കാൻ കഴിയും. ഇത് കൂടുതൽ അക്കാദമി രംഗത്ത് വലിയ ഒരു നിലവാര തകർച്ച ഉണ്ടാക്കുന്നതായി സംശയമില്ല. സിൻഡിക്കേറ്റിൽ അനധ്യാപക പ്രതിനിധികളുടെ എണ്ണം കുറയ്ക്കുന്നത് സർവകലാശാല പ്രവർത്തനങ്ങളെയും ബാധിച്ചേക്കും. 1986 കുസാറ്റ് രൂപീകരിച്ചതു മുതൽ ഗവർണറുടെയും UGCയുടെയും പ്രതിനിധികൾ സിൻഡിക്കേറ്റിലുണ്ട്. അവരും ഈ ഭേദഗതിയിലൂടെ പുറത്താകും. സിൻഡിക്കേറ്റിലെ അംഗങ്ങളുടെ എണ്ണം 26-ൽ നിന്ന് 19 ആക്കാനും അതിലേക്ക് സെനറ്റിൽ നിന്ന് 10 പേരെ തിരഞ്ഞെടുക്കാനും ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു. മിക്ക സെനറ്റുകളിലും LDFന് ഭൂരിപക്ഷമുള്ളതിനാൽ സിൻഡിക്കേറ്റുകൾ അവരുടെ കയ്യിലാകും. അടിയന്തര നടപടി സ്വീകരിക്കേണ്ട സാഹചര്യങ്ങളിൽ സിൻഡിക്കേറ്റ് അടക്കമുള്ള സമിതികളുടെ അധികാരം വൈസ് ചാൻസലർക്ക് പ്രായോഗികമാക്കാമെങ്കിലും അതിനുള്ള കാരണങ്ങൾ രേഖാമൂലം ബന്ധപ്പെട്ട സമിതിയെ അറിയിക്കണമെന്നാണ് മറ്റൊരു ഭേദഗതി. ആ തീരുമാനത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ വിഷയം സർവകലാശാല ട്രൈബ്യൂണലിന്റെ തീരുമാനത്തിന് വിടണം. മുൻപ് ഇത്തരം സാഹചര്യങ്ങളിൽ ഗവർണറാണ് അന്തിമ തീരുമാനമെടുത്തിരുന്നത്. സർക്കാരിന് താല്പര്യമുള്ളവരെയാണ് ട്രൈബ്യൂണലിൽ നിയമിക്കാറുള്ളതും. ഫലത്തിൽ ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന വ്യവസ്ഥയാണിത്. പൂർണ്ണമായും സർവകലാശാലകളെ രാഷ്ട്രീയ ഉപകരണമാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ജനം, തിരുവനന്തപുരം.